ഈ ഒരു ടൈപ്പ് പൈപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മളെ ചൂടുവെള്ളം പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈപ്പാണ്. ഇത് നമ്മൾ ഈ ജോയിൻ ചെയ്യുക അങ്ങനെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ടൂള്. ഇതിൽ നമുക്കിപ്പോൾ കാണാം, ഇതിൽ പവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ ടൈപ്പ് പൈപ്പ് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ എനിക്കിവിടെ ആവശ്യമുള്ളത് ഈ ഒരു സോക്കറ്റ്. അപ്പോൾ ഇത് കണ്ടോ, അത് ത്രെഡുള്ള ഒരു ബെൻഡാണ്. ഈ ബെൻഡിലേക്ക് എനിക്ക് ഇത് പിടിപ്പിക്കണം. പിന്നെ ഒരു പൈപ്പ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഇത് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഈ ടൂള് ഇത് കണ്ടോ, ഇത് നല്ല ചൂടാവും, നല്ല ഹീറ്റാവും, നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ടൂളാണിത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒരു സൈഡിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ഇത് 25 mm വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഹയർ വെർഷൻ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അടുത്ത ഹോളിൽ കാണാനുണ്ടല്ലോ, ആ ഹോളിൽ ഇവിടെയുള്ള ഹോളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ 25 mm രണ്ട് സൈഡിൽ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാമെന്ന് കുറച്ച് വലിയ ഒരു സാധനവും അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് ചെറിയ ഒരു ഹോളുള്ള സംഭവം കാണാം. ഈ ചെറിയ ഹോളുള്ളത് നമ്മൾ ഫീമെയിൽ സോക്കറ്റ്. അതപ്പോൾ ഇത് നമുക്ക് ഈ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഒരിക്കൽ അതിൻ്റെ ഉള്ളിൽ മറ്റേ ഗമ്മ് പോലെ ആക്കി മാറ്റാൻ പറ്റും. അതേപോലെ ഈ ഭാഗം ഇതിപ്പോൾ നമ്മൾ മെയിലാണ്, അതായത് ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ രണ്ട് സംഭവം കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അതിപ്പോൾ നല്ല ചൂടായി വരുന്നുണ്ട്, അത് കണ്ടോ. അപ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് വേണ്ട ചൂട് ആയിട്ടുണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോകണം. അപ്പോഴാണ് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആവുള്ളൂ. അതിനുശേഷം നമുക്കിതിനെ പതുക്കെ വലിച്ചെടുത്തതിന് ശേഷം എന്താ കണ്ടോ, ഒരൊറ്റ ജോയിൻ ചെയ്യൽ. വേണ്ട ഗം വേണ്ട, ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ. അതിനുശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ടൂള് കണ്ടോ, അത് നല്ല ചൂടുള്ള സാധനമാണ്. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് കണ്ടോ, അപ്പോൾ ഇവിടെ ബെൻഡായി പെട്ടെന്ന് തന്നെ അത് ഒട്ടിപ്പിടിച്ചു. ഇനി നമുക്ക് വേണ്ട സ്ഥലത്ത് ഈ ഭാഗം കൂടെ കൊണ്ടുപോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാര്യം ശരിയായി. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കണ്ടോ, ഗമ്മൊന്നും കൂടാതെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും.